നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻപത്തേക്കാൾ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങളാണ് ഇപ്പോൾ യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ അഴിച്ചുവിടുന്നത്. വെറും മിസൈലുകൾ മാത്രമല്ല, ആകാശത്തു നിന്ന് മരണം വിതയ്ക്കുന്ന ഡ്രോൺ കൂട്ടങ്ങൾ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്. 2025 ഡിസംബറിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഈ ആക്രമണത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം. ഡിസംബർ മാസം മാത്രം ഏകദേശം 2700-ലധികം ഡ്രോണുകളാണ് റഷ്യ യുക്രൈന് നേരെ തൊടുത്തുവിട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 1300ഓളം ഡ്രോണുകളാണ് വിനാശമായ രീതിയിൽ പ്രയോഗിക്കപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മാത്രം 97 ഡ്രോണുകൾ റഷ്യ തൊടുത്തുവിട്ടു. ഇതിൽ ഭൂരിഭാഗവും യുക്രൈൻ സൈന്യം തകർത്തെങ്കിലും ലക്ഷ്യം കണ്ട ഡ്രോണുകൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാനമായും ഇറാൻ നിർമ്മിത ഷാഹെദ് ഡ്രോണുകളും നിശബ്ദമായി എത്തുന്ന പുതിയ തരം ആത്മഹത്യാ ഡ്രോണുകളുമാണ് റഷ്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. തുറമുഖ നഗരമായ ഒഡേസയാണ് ഈ ആക്രമണങ്ങളുടെ പ്രധാന ഇര. ഇവിടുത്തെ ഊർജ നിലയങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു. കഠിനമായ മഞ്ഞുകാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വൈദ്യുതിയും ചൂടും ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ്. ഒഡേസയ്ക്ക് പുറമെ കാർക്കിവ്, സുമി എന്നീ അതിർത്തി നഗരങ്ങളിലും ഡ്രോണുകൾ കനത്ത ആഘാതം സൃഷ്ടിക്കുകയാണ്. സാധാരണക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്കും ആശുപത്രികൾക്കും നേരെയാണ് ഈ ഡ്രോണുകൾ പലപ്പോഴും പതിക്കുന്നത്. ഇത് കേവലം സൈനിക നീക്കമല്ല, മറിച്ച് ഒരു രാജ്യത്തെ ആകെ ഭീതിയിലാഴ്ത്തുന്ന തന്ത്രമായി മാറിയിരിക്കുകയാണ്. അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള ഡ്രോൺ കൂട്ടങ്ങളെ തടയുക എന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ആകാശത്തു നിന്നുള്ള ഈ ഭീഷണിക്ക് അന്ത്യമില്ല. സമാധാന ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ യുക്രൈൻ ജനത ഇപ്പോഴും ഭയപ്പാടോടെയാണ് ഓരോ രാത്രിയും കഴിയുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.